മലങ്കര സഭയുടെ സൂര്യ തേജസ്, ഭാരത ന്യൂമാൻ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ട ധന്യൻ. മരിയൻ ഭക്തിയാൽ എൻ്റെ കർത്താവിനെ പെറ്റ അമ്മച്ചി എന്ന് മാതാവിനെ പ്രിയത്തോടെ വിളിച്ച പുണ്യാത്മാവ്, സഭൈക്യത്തിൻ നേതാവായ ധന്യൻ ആർച്ച് ബിഷപ്പ് ഗീവർഗീസ് മാർ ഇവാനിയോസ് പിതാവ്. വന്യപിതാവിൻ്റെ 73-ാം ഓർമ്മ പെരുന്നാളിൽ ആ പുണ്യപിതാവിൻ്റെ സഭൈക്യമെന്ന ജീവിത സ്വപ്നം അനുഭവസിദ്ധമായി തീരുവാൻ സ്വജീവിതത്തിൽ ഏറ്റെടുത്ത ത്യാഗങ്ങളെപ്പറ്റി ധ്യാനിക്കാം. മണ്ണും വിണ്ണും ഒന്നുപോലെ സന്തോഷിച്ച ദിനം, ആധുനിക ക്രൈസ്തവ ലോകത്തിലെ അതിദാനമായ ദിനം, 1930 സെപ്റ്റംബർ 20. പുനരൈക്യം എന്ന ചരിത്രപ്രധാന സംഭവം കൊല്ലം ആർച്ച് ബിഷപ്പ് അലോഷ്യസ് ബെൻസിങ്ങർ തിരുമേനിയുടെ മുൻപാകെ നടന്നു. ഈ ചരിത്ര സംഭവത്തെപ്പറ്റി മാർ ഇവാനിയോസ് പിതാവ് പറയുന്നു: എൻ്റെ ജീവിതത്തിൽ ഒരു കാലത്തും വിസ്മരിക്കപ്പെടുവാൻ നിവൃത്തിയില്ലാത്ത ഒരു ദിവസമാണ് 1930 സെപ്റ്റംബർ 20 എന്ന്. ക്രിസ്തുവിനോടും അവിടുത്തെ സഭയോടുമുള്ള അഗാധമായ സ്നേഹത്താൽ നിറഞ്ഞിരുന്ന അദ്ദേഹം മലങ്കര പാരമ്പര്യത്തിൻ്റെ സമ്പന്നമായ ആത്മീയ ആരാധനക്രമ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനൊപ്പം ക്രിസ്തീയ ഐക്യം പുനഃസ്ഥാപിക്കുന്നതിനായി തൻ്റെ ജീവിതം സമർപ്പിച്ചു. എല്ലാവരും ഒന്നായിരിക്കട്ടെ എന്ന ഈശോയുടെ പ്രാർത്ഥന മാർ ഇവാനിയോസ് പിതാവിൻ്റെ മാർഗദർശനമായി മാറി. ഐക്യമാണ് ക്രിസ്തുവിൻ്റെ ഇഷ്ടമെന്ന് വിശ്വസിച്ചുകൊണ്ട് ചരിത്രപ്രധാനമായ പുനരൈക്യത്തിന് ധൈര്യപൂർവ്വം നേതൃത്വം നൽകി. ഈ സംഭവം സീറോ മലങ്കര കത്തോലിക്ക സഭയുടെ ആരംഭത്തിനും വളർച്ചയ്ക്കും അടിത്തറയിട്ടു. സമാധാനത്തിൻ്റെ ബന്ധത്തിൽ ആത്മാവിൻ്റെ ഐക്യം നിലനിർത്താൻ ജാഗരൂകരായിരിക്കുവിൻ. ഒരു കർത്താവും ഒരു വിശ്വാസവും ഒരു ജ്ഞാനസ്നാനവുമേ ഉള്ളൂ എന്ന വിശുദ്ധ പൗലോസ്ലീഹായുടെ വാക്കുകളിൽ മാർ ഇവാനിയോസ് പിതാവ് ഉറച്ചു വിശ്വസിച്ചു. അദ്ദേഹത്തിൻ്റെ നേതൃത്വം കേവലം ഭരണപരമായിരുന്നില്ല, മറിച്ച് പ്രാർത്ഥന, താഴ്മ, ദൈവഹിതത്തോടുള്ള അനുസരണം എന്നിവയിൽ വേരൂന്നിയതും ആഴത്തിലുള്ളതുമായിരുന്നു. അധികാരത്തിലൂടെയല്ല, പരിത്യാഗത്തിലൂടെയും ദൈവജനത്തോടുള്ള നിരുപാധിക സ്നേഹത്തിലൂടെയുമാണ് അദ്ദേഹം ജനത്തെ നയിച്ചത്. തെറ്റിദ്ധാരണകൾക്കും എതിർപ്പുകൾക്കും കലഹങ്ങൾക്കും നടുവിൽ മരണം വരെ വിശ്വസ്തനായിരിക്കുക, ജീവന്റെ കിരീടം നിനക്ക് ഞാൻ നൽകും എന്ന ദൈവവചനത്തിൻ്റെ വാഗ്ദാനത്തിൽ പ്രത്യാശ വെച്ചുകൊണ്ട് പുണ്യപിതാവ് ഉറച്ചു നിന്നു. മാർ ഇവാനിയോസ് പിതാവിൻ്റെ പുനരൈക്യം എന്ന ജീവിത സ്വപ്നം ഇന്നും സഭയെ പ്രചോദിപ്പിക്കുന്നു. ക്രിസ്തീയ ഐക്യം വെറുമൊരു ആദർശമല്ല, മറിച്ച് ഓരോ വിശ്വാസിയെയും ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യമാണെന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശിഷ്യരെന്ന നിലയിൽ ഐക്യത്തിൻ്റെ വാഹകരാകുവാൻ, ഐക്യത്തിൽ ജീവിക്കാൻ നാം വിളിക്കപ്പെട്ടിരിക്കുന്നു. ഐക്യത്തിനായുള്ള ക്രിസ്തുവിൻ്റെ പ്രാർത്ഥന നെഞ്ചോട് ചേർക്കാനും സധൈര്യത്തോടെ സഭൈക്യ പ്രവർത്തനങ്ങളിൽ ഉൾച്ചേരാനും വന്യപിതാവിൻ്റെ ജീവിത സ്വപ്നമായ പുനരൈക്യ പ്രസ്ഥാനത്തിൻ്റെ വളർച്ചയ്ക്കായി അക്ഷീണം പ്രയത്നിക്കുവാനും മലങ്കര മക്കളായ നമുക്ക് സർവശക്തനായ ദൈവം കൃപ നൽകട്ടെ.